നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26, 2025 ചൊവ്വ. അങ്ങനെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അതിഭീകരമായ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്ത്യയുടെ മേലുള്ള അഡീഷണൽ താരിഫിന്റെ ഡെഡ് ലൈൻ അടുത്തതും തുടങ്ങി പ്രധാനമായും 6 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. നിഫ്റ്റി ഇന്ന് 24,700 എന്ന ലെവലിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഉച്ചതിരിഞ്ഞ് 3:15 കൂടി ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് 24,689 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുകയുണ്ടായി. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 255 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും 24,700 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 849 പോയിന്റുകളുടെ നഷ്ടം നേരിട്ടുകൊണ്ട് ഈ മാസത്തെ മന്ത്ലി എക്സ്പയറിൽ 81,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് എക്സ്പയറി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 688 പോയിന്റുകളുടെ നഷ്ടം സംഭവിച്ചതിന്റെ ഫലമായിട്ട് അതിന്റെ 100-ഡേ EMA ലെവലായ 55,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഓഗസ്റ്റ് മാസത്തെ ലോ ആയ 54,900 എന്ന ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പതിക്കുകയുണ്ടായി. അതേസമയം ഫിൻ നിഫ്റ്റിക്ക് 354 പോയിന്റുകളുടെ നഷ്ടം ഇന്ന് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് മാർക്കറ്റിലുണ്ടായ നഷ്ടത്തെ തുടർന്ന് 599 കമ്പനികൾക്ക് മാത്രമേ ഇന്ന് NSEയിൽ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. അതേസമയം 2,171 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ശ്രീറാം ഫൈനാൻസ്, സൺ ഫാർമ, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ഐഷ മോട്ടോഴ്സ്, HUL, മാരുതി സുസുക്കി, നെസ്ലെ ഇന്ത്യ, ITC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG സെക്ടർ ഒഴികെ മറ്റെല്ലാ മേഖലകളിലും PSU ബാങ്ക്, മെറ്റൽ, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി, ടെലകോം തുടങ്ങിയ മേഖലകളിൽ 1% മുതൽ 2% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന്റെ ഭാഗത്തു നിന്നും മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുകയുണ്ടായത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 1.3% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 1.7% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 10 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.68 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടായ ഫോളിനെ തുടർന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്സ് ആയ BSE, ഏഞ്ചൽ 1, MCX തുടങ്ങിയ സ്റ്റോക്കുകളിൽ 4% ഇടിവും അനുഭവപ്പെടുകയുണ്ടായി. അതുകൂടാതെ ഓട്ടോ, മെറ്റൽ, റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിലും 2% ഇടിവ് ഇന്ന് നേരിടേണ്ടതായിട്ട് വന്നു. അതുകൂടാതെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന വാഗ്ദാനങ്ങളുടെ ഭാഗമായിട്ട് US ഡ്രഗുകളുടെ പ്രൈസിൽ കട്ടുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യൻ ഫാർമ സ്റ്റോക്കുകളിൽ 3% ഇടിവും ദൃശ്യമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റ് വലിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഉണ്ടായ പ്രധാനമായും 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ US ട്രേഡ് താരിഫിന്റെ കൺസേൺസ് തന്നെയാണ്. റഷ്യയുമായി ബന്ധപ്പെട്ട ക്രൂഡ് ഓയിലിന്റെ വ്യാപാരത്തിനെ തുടർന്ന് അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ ചുമത്തിയ അഡീഷണൽ 25% താരിഫിന്റെ ഡെഡ് ലൈൻ ഇന്നുകൊണ്ട് അവസാനിക്കും. മാത്രമല്ല ഇന്നലെ ചൊവ്വാഴ്ച US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യക്കെതിരെയുള്ള അഡീഷണൽ താരിഫിനുള്ള നോട്ടീസ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയോടുകൂടി നിലവിലുണ്ടായിരുന്ന 25% താരിഫിന് പുറമെ അഡീഷണൽ താരിഫായ 25% വരുന്നതോടുകൂടി 50% താരിഫ് ഇന്ത്യയുടെ മുകളിൽ ഇന്ന് തൊട്ട് ആരംഭിക്കുമെന്നുള്ള ആശങ്കകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പ്രധാനമായി നഷ്ടത്തിലേക്ക് നയിച്ച ഘടകം. വീക്ക് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് ഇത് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് രാവിലെ നമ്മൾ കാണുകയുണ്ടായി ഇന്നലെ US മാർക്കറ്റുകൾ നാസ്ഡാക്കും S&P 500 ഒക്കെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചർ നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം തുടർന്നുകൊണ്ടിരുന്നതും. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ്സുകൾ UK മാർക്കറ്റ് ഒഴികെ ബാക്കി 2 മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. അത് മാത്രമല്ല ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്
മാർക്കറ്റ്സുകളിലും വ്യാപാരം തുടങ്ങിയപ്പോൾ 3 മാർക്കറ്റുകളും നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇന്ന് തായ്വാൻ മാർക്കറ്റ് ഒഴികെ ഏഷ്യയിലെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും അവസാനിപ്പിച്ചതും. സോ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റിലുണ്ടായ നഷ്ടങ്ങളും മാത്രമല്ല ഇന്നും യൂറോപ്യൻ മാർക്കറ്റിൽ തുടരുന്ന നഷ്ടവും അതുകൂടാതെ ഏഷ്യൻ മാർക്കറ്റ്സിലുണ്ടായ നെഗറ്റീവ് സെന്റിമെന്റ്സും നമ്മുടെ മാർക്കറ്റിനെയും നഷ്ടത്തിലേക്ക് നയിക്കുവാൻ പ്രധാനപ്പെട്ട കാരണമായി ഇന്ന് മാറുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ച തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലെ ഇടിവാണ് അനുഭവപ്പെടുന്നതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയെ തുടർന്ന് രണ്ടാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിച്ചേരുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഗ്ലോബൽ മാർക്കറ്റുകളെയും നമ്മുടെ മാർക്കറ്റിനെയും അത് മോശമായി ബാധിക്കുകയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ മാസത്തില് ഇന്നലെ വരെ 3 ട്രേഡിംഗ് സെക്ഷൻ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ ട്രേഡിംഗ് സെക്ഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുന്നതിന്റെ ഫലമായിട്ട് നിലവിൽ 28,217 കോടി രൂപയ്ക്ക് മുകളിൽ. അത് മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഫ്യൂച്ചറിലെ ഷോർട്ട് പൊസിഷൻസും 1.7 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലായിട്ടാണ് നിലനിൽക്കുന്നത്. ഒരു സൈഡിൽ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസും വർദ്ധിപ്പിച്ച് തന്നെ നിലനിർത്തുന്നത് കൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ 2 ആക്ഷൻസും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ദിനംപ്രതി വഹിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചാമതായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. മുൻപ് കണ്ടതുപോലെ ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 10 പൈസയുടെ നഷ്ടം നേരിടുകയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിറ്റഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിക്കുകയുണ്ടായി. ആറാമതായി ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ച തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് പല അവസരങ്ങളിലും ഇന്ത്യ വിക്സ് 4% ഉയർച്ച രേഖപ്പെടുത്തുന്നതും കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. എങ്കിലും ക്ലോസിംഗ് ബേസിസിൽ 3.66% ഉയർച്ചയോടുകൂടി 12.91 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇതിനെല്ലാം പുറമെ പ്രോഫിറ്റ് ബുക്കിംഗും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഈ മാസം ഓഗസ്റ്റ് മാസം 2ാമത്തെ 3ാമത്തെ ആഴ്ചയില് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിക്കൊക്കെ ഓരോ ശതമാനം വീതം വീക്ക്ലി ബേസിസിൽ നേട്ടം കൈവരിക്കുവാനുമായി മാത്രമല്ല ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വന്ന GST റിഫോംസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും മാത്രമല്ല SNBയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തിയതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് പല സെക്ടേഴ്സിലും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ട് അഡീഷണൽ താരിഫിന്റെ ഡെഡ് ലൈൻ എന്ന ത്രെഡ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും ഈ ആഴ്ചയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങുന്ന കാഴ്ചയും ദൃശ്യമായി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മുൻപ് പറഞ്ഞതുകൊണ്ട് വിശദമായി പറയുന്നില്ല. ഡോ ജോൺസ് ഫ്യൂച്ചർ 56 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്വാൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുകയും തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊമോഡിറ്റിയില് ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും നിലവിൽ ഇടിവ് അനുഭവപ്പെടുമ്പോൾ ഗോൾഡിൽ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വോഡഫോൺ ഐഡിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്നും AGR റിലീഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ 9% ഇടിവ് ദൃശ്യമായി. പ്രോട്ടീൻ ഇ-ഗവേൺ ടെക്നോളജീസ് ഇന്ന് രാവിലത്തെ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടതുപോലെ തന്നെ 1160 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതിന്റെ ഫലമായി ഇന്ന് 10% റാലി ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. ശ്രീജി ഷിപ്പിംഗ് IPO 8% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി BSE ലിസ്റ്റ് ചെയ്തപ്പോൾ NSE 7% നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ഗുൽഷൻ പോളിയോൾസ് 30 പൈസ ഡിവിഡൻഡ് പെർ ഷെയർ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൂടാതെ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് സെപ്റ്റംബർ 18 വ്യാഴാഴ്ച 2025 ചേരുമെന്നുമുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. നിയോലാൻഡ് ലാബ്സ് ഡോക്ടർ രവിശങ്കർ ഗോപിനാഥിനെ
ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ. വിക്രം സോളാർ 2% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി IPO ഇന്ന് NSEയിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. പട്ടേൽ റീറ്റെയിൽ 20% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി IPO ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. എങ്കിലും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിൽ ദൃശ്യമായിരുന്നു. ആദ്യമായി തന്നെ ഗണേശോത്സവത്തിന്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. നാളെ അവധിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഒരു ഹോളിഡേ ആശംസിക്കുന്നു. പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.